ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, നമ്മുടെ ഹാർഡ് കോർ ലെസ് പ്ലേയുടെ സെക്കൻഡ് എപ്പിസോഡാണിത്. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണുക. ഈ സെക്കൻഡ് എപ്പിസോഡിൽ നമ്മുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുറേ അമ്മമാരുണ്ട്. ഇവന്മാരല്ല, ഇവനെ കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. ഫാമിനുള്ള ബെഡൊന്നും ഉണ്ടാക്കാനുള്ള മാർഗം വേറെ ഒന്നുമില്ല. ഇപ്പോൾ തൽക്കാലം ഈ വില്ലേജേഴ്സിൻ്റെ കയ്യിലുള്ള ബെഡ് തന്നെ നമുക്ക് എടുക്കാം. പിന്നെ ഇതിൽ നിന്ന് വില്ലേജേഴ്സിനെ പുറത്തിറക്കാനായിട്ട് ഇതുപോലെ 2 ഗ്ലാസ് ബ്ലോക്ക് വെച്ചിട്ട് അടിയിലൊരു ഹോളിട്ടാൽ നമുക്ക് നൈസായിട്ട് ബോട്ട് വഴി ഇറക്കിക്കൊണ്ട് പോവാം. ഫസ്റ്റ് എപ്പിസോഡിലെ പോലെ തന്നെ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ട്രീ ഒന്നുമില്ല, സാപ്ലിങ്ങും ഇല്ല. ഇത് രണ്ടും വേണം എന്തായാലും അയൺ ഫാം ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പോയി ഒരു ജംഗിൾ ബയോം കണ്ടെത്തി അവിടുത്തെ കുറച്ച് ട്രീ ഒക്കെ മൈൻ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടതാണ് ഈ തത്തേനെ. കുറച്ച് അലച്ചിലൊക്കെ വേണ്ടി വന്നു ഇതിനുള്ള സീഡൊക്കെ കളക്ട് ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല, ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയ ഹാർഡ് കോർ വെയറിൽ ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇതിന് പറ്റിയൊരു പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഡിസ്ട്രാക്ഷനൊക്കെ കഴിഞ്ഞു, നമുക്കിനി അയൺ ഫാമിൻ്റെ പണി തുടങ്ങാം. എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് അയൺ ഫാം ഉണ്ടാക്കാമെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 ബ്ലോക്ക് താഴേക്ക് കുഴിച്ചു പോവുക. എന്നിട്ട് ഒരു 3 ബ്ലോക്ക് ഹൈറ്റും 5 ബ്ലോക്ക് നീളമുള്ള ഒരു ചേമ്പർ ഇതുപോലെ ഉണ്ടാക്കുക. അതിൽ ബെഡ് വെക്കുക, പിന്നെ 2 സൈഡ് സ്ലാബും പിന്നെ ഒരു ട്രാപ്പ് ഡോറും ഇങ്ങനെ കാണുന്ന പോലെ വെക്കുക. അപ്പോൾ നമ്മുടെ വില്ലേജേഴ്സ് ഇതിനകത്ത് ട്രാപ്പ് ആയിക്കോളും. പിന്നെ നമ്മൾ സോംബീനെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഒരു ബോട്ട് വേണം. ഇതിൽ പിന്നെ നെയിം ടാഗ് ഒന്നും ആവശ്യമില്ല. പിന്നെ സോംബിക്ക് കയറി വരാനുള്ളൊരു സ്ഥലവും നമ്മൾ മൈൻ ചെയ്തെടുക്കണം. എന്തുകൊണ്ടോ എന്തോ ഞാൻ ആ വില്ലേജസിനെ ട്രാപ്പ് ചെയ്യണ ഭാഗം കറക്റ്റായി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, 3-4 വില്ലേജസിനെ ആ ചേമ്പറിലേക്ക് കുന്തിത്തള്ളിയിട്ടാൽ മതി, അതിൽ വലിയ കഥയൊന്നുമില്ല. ഇനി അടുത്ത സോംബീനെ അതുപോലെ തന്നെ കയറ്റാനായിട്ട് ഇതുപോലെ 3 ബ്ലോക്ക് ഹൈറ്റിൽ ടവർ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ആ ട്രാപ്പ് ഡോറിൻ്റെ മേളിൽ കൂടെ സോംബി താഴോട്ട് ചാടും, ആ ബോട്ടിൽ പോയിരിക്കും, വില്ലേജസിനെ പേടിപ്പിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാമിൻ്റെ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ അയൻകോലത്തിന് ട്രാപ്പ് ചെയ്യാനായിട്ട് 9 ബ്ലോക്ക് ഒരു ഡയറക്ഷനിൽ, അതുപോലെ 5 ബ്ലോക്ക് വേറെ ഡയറക്ഷനിൽ, ഇങ്ങനെ 3 ബ്ലോക്ക് ഹൈറ്റിൽ നമ്മൾ മൈൻ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കണം. എന്നിട്ട് ഫാമിൻ്റെ അങ്ങേയറ്റത്ത് ഇതുപോലെ 4 ബ്ലോക്ക് മൈൻ ചെയ്ത് അത് മാറ്റി ഡേർട്ടാക്കുക. ഓൾറെഡി ഡേർട്ടാണെങ്കിൽ മാറ്റേണ്ട, പിന്നെ ഈ ഹോ വെച്ച് ഇതുപോലെ ഫാം ആക്കുക. അത് ഈ കില്ലിങ് ചേമ്പറിൻ്റെ 2 സൈഡിലും ചെയ്യണം. എന്നിട്ട് ഓപ്പോസിറ്റ് 2 കോർണറിലും വാട്ടർ ബ്ലോക്ക് ഫില്ല് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് ഇതിന് ലാവ വെക്കാനൊരു സംഭവമാണ് വേണ്ടത്. അതിനായിട്ട് ഇതുപോലെ 3 സൈൻ വെച്ചിട്ട്, പിന്നെ ഫ്രണ്ടിലൊരു ഫെൻസ് ഗേറ്റ്, പിന്നെ മറക്കാണ്ട് ആ ഫെൻസ് ഗേറ്റിൻ്റെ ടോപ്പിൽ നമ്മളൊരു സൈൻ വെക്കണം, ഇല്ല ഇതൊക്കെ കത്തി കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ലാവ വെക്കുന്നത്. ഓക്കെ, നമ്മുടെ അയൺകോലസ് സ്പോൺ ചെയ്യേണ്ട അതുപോലെ തന്നെ കത്തിക്കരിഞ്ഞ് മരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഹോപ്പർ വെച്ചിട്ട് മേളിൽ ഇതുപോലെ ഒരു സ്റ്റെയർ, പിന്നെ വേണ്ടത് 2 ചെസ്റ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ അയൺ ഫാമിൻ്റെ പണി കഴിഞ്ഞു. ഇനി അയൺകോലസ് സ്പോൺ ചെയ്യും, നമുക്ക് ഇഷ്ടംപോലെ അയണിങ് കൊട്ട് കിട്ടും. പിന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മതിയായ ഒരു ഷുഗർക്കെയിൻ ഫാമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഈ എപ്പിസോഡിൽ ആവശ്യമില്ലെങ്കിലും നെക്സ്റ്റ് അത് എന്തിനാന്ന് വെച്ചാൽ വില്ലേജറുമായിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്യാനാണ്. ഈ ഷുഗർക്കെയിൻ കൊണ്ട് നമുക്ക് പേപ്പർ ഉണ്ടാക്കണം. ഈ പേപ്പർ ഈ കാർട്ടോഗ്രാഫറിന് വിട്ട എമറാൾഡ് തരും. ഈ എമറാൾഡ് കൊണ്ട് നമ്മൾ ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് ബ്രെഡ് മേടിച്ചിട്ട് അത് അവർക്ക് തന്നെ ഇട്ട് കൊടുക്കും ബ്രീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ മൈൻ ചെയ്തെടുത്ത സാൻഡ് മൊത്തം കുറേ ലാവ കളക്ട് ചെയ്ത് ഞാൻ ഇതുപോലെ സ്മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും ഈ കാർട്ടോഗ്രാഫറായിട്ട് ട്രേഡ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. നമുക്കെന്നാൽ പിന്നെ കാണാം. ബൈ.